എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു പുലാവ് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിന്ന് ജീരക ചമ്പ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ബാസ്മതി റൈസോ പൊന്നിയോ ഏതാ നിങ്ങളെ ഇഷ്ടം എന്ന് വെച്ചാൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മണവും നല്ലൊരു ടേസ്റ്റുമാണ്. ഇനി ബാക്കി എന്തെല്ലാം വേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളെ. പെട്ടെന്ന് അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വരും. പെട്ടെന്ന് അത് ഒന്ന് വാടിയാൽ മതി. മഷ്റൂമിന് അന്നിങ്ങനെ വലിയ വേവൊന്നുമില്ല എന്നെല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇറക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് അരി എടുക്കാം. അരി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് ജീരക ചമ്പ അരി. ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് 20 മിനിറ്റ് കുതിർന്നാൽ അരിച്ചിട്ട് അരിപ്പയിലിട്ട് വെക്കണേ. വെള്ളം ഒട്ടും പാടില്ല. ഇതാ, ഇനി നമുക്കിത് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. അതല്ല ഇനി വേറെ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ വേറെ എന്തെങ്കിലും എണ്ണ വെളിച്ചെണ്ണ തന്നെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ഇഞ്ച് കഷ്ണം പട്ട, അത് നല്ലവണ്ണം നുള്ളി പറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പൂ, 2 ചെറിയ ബേ ലീഫ് അതും ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നീളത്തിലരിഞ്ഞ വലിയുള്ളി 1/2 കപ്പാണേ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം പുറഞ്ചങ്ങ് വാട്ടിയെടുത്തോളി. പെട്ടെന്ന് വാടും. നല്ലോണം നേരിയതായിട്ട് അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ഒരുവിധം ഒരു പകുതി ആയിട്ടുണ്ട്. ഒന്നും കൂടി ആവണം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കേണ്ടത്. ഉള്ളി അല്ലെങ്കിൽ പടാടെ നിന്ന് പോകും. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു പച്ചമുളകാണേ. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒറ്റൊന്ന് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. കാരണം നമ്മൾ തിളച്ച വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഇനി മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ച തക്കാളി പേസ്റ്റ്, 2 തക്കാളി അരച്ച് വെച്ചതാണ് ഇത്. അതും ചേർത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. ഇത് നല്ലോണം ചേർത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മളിതാ അടുപ്പത്ത് വെച്ച വെള്ളവും തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ അരി അരിപ്പയിലിട്ട അരി നല്ലോണം അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കാം. ഈ മസാലയെ കിടന്നിട്ട് തന്നെ ഒന്ന് വറുത്ത് എടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇനി മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ? ലാടി എത്തിയതിന് ശേഷം നമ്മൾ ഈ തിളച്ച വെള്ളം ഉണ്ടല്ലോ, 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് മേലെ നിൽക്കണേ. അപ്പോൾ അതാ ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇല, ഓരോരു കൈപ്പിടി അങ്ങോട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് നല്ലോണം തിള വരുന്നുണ്ട്, കണ്ടില്ലേ? ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വെക്കാം. ഇത്ര മിനിറ്റ് എന്നൊന്നും കണക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ഒന്ന് മൂടി തുറന്ന് നോക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം വെള്ളമുണ്ട്, പക്ഷേ കുറച്ചൊരു ഒരു പുളിപ്പിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ഞാനിതിലേക്ക് 1 ലെമൺ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ പിഴിഞ്ഞൊഴിക്കുക. അതല്ലെങ്കിൽ ആദ്യം തന്നെ 2 തക്കാളിക്ക് പകരം 3-4 തക്കാളി എടുക്കുക കേട്ടോ. പുളിപ്പ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട്
ഒരു 4-5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് വന്നോളും. നല്ലോണം അടച്ച് മൂടി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. എടുത്ത് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണിയുമ്പോഴത്തേക്ക് ഇത് നല്ലോണം വിട്ട് വരും. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി, നല്ല എരിവും പുളിപ്പും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറും ഒരു ഓണിയൻ റൈത്ത മാത്രം മതി ഇത് തിന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.